മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ കാട്ടാന വീണു. ഷട്ടറിൽ നിന്നും 100 മീറ്ററോളം അകലെയുള്ള ഗ്രില്ലിൽ ആന തങ്ങി നിന്നു. ആന പിന്നീട് സ്വയം നീന്തി കയറി. അങ്ങനെ കിടക്കുന്നത് അല്ലാതെ വേറെ ഇല്ലില്ല. അത് ചവിട്ടുന്നുണ്ട്, ചവിട്ടിയിട്ട് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പറ്റുന്നില്ല, കണ്ടോ തിരിച്ചു വരിക. പോകുന്നുണ്ടോ അതെ. ഇടിച്ചു പോയി. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? കാട്ടാനയ്ക്ക് മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. എങ്കിലും ആ ഷട്ടർ ഉണ്ടായത് ഏതായാലും ആശ്വാസമായി. അവിടെ തട്ടി നിന്നുകൊണ്ട് നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞു അല്ലേ? മോത്തി, ഇത് പെരിയാർ കടുവ സങ്കേതത്തിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ആന ഇങ്ങനെ ഈ ഷട്ടറിൽ തടഞ്ഞു നിൽക്കുന്നത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ രാത്രി ഈ ഭാഗത്ത് ആന ഉണ്ടായിരുന്നു. ഈ പിടിയാന തന്നെയാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാലുണ്ട്. ആ കനാലിൽ ഈ ഷട്ടറിന് ശേഷം പിന്നീട് ഒരു തുരങ്കമാണ്. ആ തുരങ്കത്തിലൂടെയാണ് വെള്ളം കേരള അതിർത്തി വരെ പോകുന്നത്. അപ്പൊ ഈ തുരങ്കത്തിന് മുൻപേ ഉള്ള ഒരു ഷട്ടറിലാണ് ഈ ആന തടഞ്ഞു നിന്നത്. ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. 120 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ തമിഴ്നാട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കനാലിൽ നീരൊഴുക്ക് ശക്തമായിരുന്നു. ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കനാൽ തുടങ്ങുന്ന ഭാഗത്ത് കനാലിന് ഉയരം കുറവാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ രണ്ട് വശങ്ങളിലും വലിയ ഉയരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ഈ ഒഴുക്കിൽപ്പെട്ട ആന വരികയും ഇതിന് തിരിച്ചു കയറി പോകാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി. അതിനെ തുടർന്ന് രാവിലെ ഈ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന്റെ അളവ് അല്ലെങ്കിൽ ആ വെള്ളം പൂർണ്ണമായും നിർത്തി. അതോടുകൂടി